നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ സിനിമ തുടങ്ങിയത് ഒരു വർഷം മുമ്പാണ്. കറക്റ്റ് ഈ ഒരു വർഷം, ഇന്ന് ഒരു വർഷം ആകുകയാണ്. അത്രയും സമയമെടുത്ത് ചെയ്തൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കൂടുതലും രാജസ്ഥാനിലാണ്, മദ്രാസിലാണ്. ജയ്സൽമീർ, പൊക്രാൻ, ചിഞ്ചി ഫോർട്ട്, പോണ്ടിച്ചേരിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഞാൻ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടില്ല, ഈ ജോണറിലുള്ളൊരു സിനിമ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഇതിനൊരു കാലദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു ഫോക്ലോർ, ഒരു നാടോടി കഥ പോലത്തെ സിനിമയാണ്. അതിനെ വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും സഞ്ചരിക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു. ഒറ്റ കാഴ്ചയിൽ മലൈക്കോട്ടെ വാലിബൻ്റെ പോസ്റ്റർ പോലെ ഇത് തോന്നി. ഓക്കെ, അപ്പോൾ 25-ാം തീയതി സിനിമ റിലീസായാണ്. അപ്പോൾ നമ്മുടെ എൻറ്റയർ ടീം, ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് 25-ാം തീയതി. വലിയ വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ആ ദിവസത്തിനായിട്ട്. അത്രയാണ് ഇപ്പോൾ നിലവിൽ പറയാനുള്ള രീതി. ഞാൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പത്രസമ്മേളനം നടത്താറുണ്ട്. പക്ഷേ ഇതുപോലൊരു പത്രസമ്മേളനം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമാണ്. മാത്രവുമല്ല, എത്രത്തോളം ഈ സിനിമയെക്കുറിച്ച് ആകാംക്ഷയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് വഴി ബോധ്യപ്പെടുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഈ സിനിമയെ വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഹൈപ്പുണ്ട്, എല്ലാ കാര്യങ്ങളും വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഒരു പ്രതിഭയും പ്രതിഭാസവും ഒത്തുകൂടുന്ന ഈ സംരംഭത്തിന് അതിൻ്റെതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട്, അതിൻ്റെ ഒരു യൂണിവേഴ്സ് ഉണ്ട്. ഇത് മോഹൻലാലിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, തിയേറ്ററിൽ നിർബന്ധമായി കാണേണ്ട ഒരു ഫാമിലി ഓഡിയൻസിനടക്കം പെർഫോമൻസ് ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ലിജോയുടെ ഒരു സിനിമയാണ്. അതിൻ്റെ പ്രത്യേക വിശദാംശങ്ങൾ ഇവരുള്ള എല്ലാവരും പറയും. എനിക്ക് വീണ്ടും ഇടാനുള്ളത് മലയാളം സിനിമയിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ്, അപൂർവമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എല്ലാ ആളുകളും എല്ലാവരും ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടാവണം. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഒരു വിൻറ്റേജ് ബ്യൂട്ടി മലയാളത്തിന് സമ്മാനിക്കാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കും ഇത്. ഇത് മലയാളത്തിൻ്റെ സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നൊരു സിനിമയായിരിക്കും. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അവസരവും, സ്ക്രീനിൽ മാത്രം പരിചയിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ആക്ടേഴ്സിൽ ഒരു വലിയ നടൻ്റെ അദ്ദേഹത്തെ അടുത്ത് നിന്ന് കാണാനും പരിചയപ്പെടാനും അദ്ദേഹം സിനിമയിൽ സഹകരിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ലിജോ ആയിട്ട് എൻ്റെ ഒരു 3ാമത്തെ സിനിമയാണിത്. ഈ സിനിമ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാണ്. അദ്ദേഹമായിട്ട് ഞാൻ എൻ്റെ ഭാഷയായിട്ട് ഇതുമായിട്ട് സഹകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ എൻ്റെ മെറ്റീരിയലും ലാംഗ്വേജാണ്. അദ്ദേഹത്തിന് വേണ്ട ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് സഹകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു സിനിമയായിട്ട് മലൈക്കോട്ടെ വാലിബൻ മാറും. സ്നേഹം. ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുമ്പോൾ ഇരട്ടി മധുരമാണ്. കാരണം ഞാൻ ലാലേട്ടൻ്റെ കൂടെയുള്ള 6ാമത്തെ സിനിമയാണ് എൻ്റെ. ഈ 6 സിനിമകളിൽ 5 സിനിമകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്യാരക്ടറായിരുന്നു ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാനം സംഭവിച്ചതായിരുന്നു മലയാള സിനിമയെ മുഴുവനായും ഔട്ട്ഡോറിലേക്ക് പറിച്ചു നട്ട ഓളവും തീരവും എന്ന സിനിമ റീമേക്ക് ചെയ്യുന്നു. MT സാറിൻ്റെ 10 കഥകളുടെ ഭാഗമായി പ്രിയൻ സാർ ചെയ്യുന്നു. അപ്പോൾ പ്രിയൻ സാർ ഒരു ദിവസം രാത്രി വിളിക്കുന്നു. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലാൽ സാർ ചെയ്യുന്നത് മധു സാർ ചെയ്യുന്ന ക്യാരക്ടറാണ്.
ജോസ് പ്രകാശ് സാർ ചെയ്ത ക്യാരക്ടർ ഹരീഷ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ MT സാറിൻ്റെ ഡയലോഗും കഥകളും ഒക്കെ കേട്ട് സ്വപ്നം കണ്ട് നടന്നിട്ട് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അവസരവും ഭാഗ്യവുമായിരുന്നു അത്. അപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഹാങ് ഓവർ തീരുന്നതിന് മുമ്പെയാണ് ഇയാളുടെ കൂടെ എത്തേണ്ട സമയമായല്ലോ എന്ന് ഹിമയവും ജല്ലിക്കെട്ടൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നിയിരുന്നു മനസ്സിൽ. അപ്പോഴാണ് അദ്ദേഹം ലിജു വിളിക്കുന്നത്. അത് അതിലേറെ വലിയൊരു ഭാഗ്യം. അതാണ് ഞാൻ ഇതിന് ഇരട്ടി മധുരം എന്ന് വിശേഷിപ്പിച്ചത്. വീണ്ടും ലാലേട്ടനോടൊപ്പം ആരും കൊതിക്കുന്ന, ഏതൊരു ആക്ടറും കൊതിക്കുന്ന ഒരു കഥാപാത്രം തന്നെ തന്ന് വീണ്ടും അദ്ദേഹത്തോടൊപ്പം കുറേ മാസങ്ങളോളം, സാധാരണ നമ്മളൊരു സിനിമയിൽ 3-4 ദിവസം കഴിഞ്ഞ് വരുന്നു, പോകുന്നു, വീണ്ടും ജോയിൻ ചെയ്യുന്നു, അങ്ങനെയല്ലാതെ ഒരു കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു 5-6 മാസത്തോളം പ്രതിഭയോടും പ്രതിഭാസത്തോടും ഒപ്പം തന്നെ ഇങ്ങനെ ഇഴുകി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷമായ കാര്യം. ബാക്കി നമുക്ക് പിന്നെയും സംസാരിക്കാം. Part of this, I'm a huge fan of Mohanlal sir, a huge fan of Lijo sir's work, and I think for a Malayalam film it can't get bigger than this, having the grandeur of Lal sir and the absolutely amazing content and vision of Lijo sir. So I've done Marathi films, I've done Hindi films, but this is the first time I'm coming down south doing a film in Malayalam, and it's going to be releasing in Kannada, Tamil, Telugu and Hindi. So honestly it's like a dream project to be a part of. Along with Lal sir we have this very interesting cast. We are all coming from different worlds, and I'm sure you will love this experience on screen. The only Malayalam that I can speak is Kan Kanda the Povanam. What is this? The teaser that you all have loved. I want to request Lal sir to say the lines in the teaser, and the actual meaning of the teaser or whatever the teaser means is going to be the film. The absolute truth and miracle on the cinema is a part of the teaser. I want to request from all of you and the team, Lal sir, please, the teaser lines. നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ എല്ലാവരോടും നന്ദിയാണ് പറയാനാണ്. എൻ്റെ മലയാള സിനിമയുടെ തുടക്കമാണിത്. അപ്പോൾ ലിജോ സാറിനോടും ലാലേട്ടനോടും ശിവ സാറിനോടും ഒക്കെ എല്ലാവരോടും നന്ദി പറയുകയാണ്. തുടക്കം തന്നെ ഒരു വലിയ, എല്ലാവരും ഒരേപോലെ നോക്കിക്കാണുന്ന ഒരു വലിയ മൂവിയിൽ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞു. അതിലൊരുപാട് നന്ദി പറയുകയാണ്. ഞാൻ ഹോൾ ടീമിനോടും മഹാദേവരോടും ഒക്കെ ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ പാട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു സർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിനൊരു സോങ്. അപ്പോൾ ഒരുപാട് സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ് ലിജോ സാറിനോടും എല്ലാവരോടും. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും കാണണം. എല്ലാവരെയും പോലെ ഞാനും ഒരേപോലെ വെയിറ്റ് ചെയ്യുകയാണ് 25th. അപ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ കാത്തിരിക്കാം 25-ാം തീയതി വരെ. താങ്ക് യു. വലിയൊരു പ്രോജക്റ്റ്, അതിലൊരു ഭാഗമാകാൻ പറ്റിയിട്ട് വളരെ സന്തോഷം. പിന്നെ ലാലേട്ടൻ പുള്ളിലൂടെ ചെയ്യാൻ പറ്റിയത് അതിലേറെ സന്തോഷം. അപ്പം ഞാനും വെയിറ്റിംഗ് ആണ് 25-ാം തീയതി മൂവി കാണാനായിട്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Really honored and thrilled that I have worked with those legends, and when I got to know that Lijo sir wants to cast me in this film and Mohanlal sir into it, so I feel like my dream came true. So I want to say you in Malayalam that എല്ലാവരും ഞങ്ങളുടെ സിനിമ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാക്കിയതിനും അതേപോലെ തന്നെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ ലാലേട്ടനൊപ്പം ഒരു സ്ക്രീൻ പങ്കിടാനൊരു അവസരം ഉണ്ടാക്കി തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ വാക്കുകളിൽ എങ്ങനെയാണ് എൻ്റെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു വലിയൊരു ചിത്രത്തിൻ്റെ ഭാഗമായി സാധിച്ചതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു. സിനിമയിൽ വരുന്നോ അഭിനയിക്കുന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ ഈ ഒരു ഫിലിമിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോരാടുന്നതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. ഈ ഒരു ഫിലിമിൻ്റെ ഭാഗമാകാൻ പറ്റുന്നതിൽ വളരെയധികം അഭിമാനം, ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്നതിൽ തന്നെ. സോ താങ്ക് യു സോ മച്ച് ലിജോ സർ ആൻഡ് ലാലേട്ടൻ ആൻഡ് എൻറ്റയർ ടീം ഓഫ് മലൈക്കോട്ടെ വാലിബൻ. താങ്ക് യു. സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ അവസരം തന്ന സാറിനും ശിവസാറിനും
എല്ലാവർക്കും നന്ദി. ലിജോ സാറിനോട് അവസരം ചോദിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, ചോദിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഞാൻ 2-3 കൊല്ലം മുമ്പ് അവസരം ചോദിച്ചതാണ്. അത് കഴിഞ്ഞ് വിളിക്കാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിജോ സാറ് അത് എത്ര കൊല്ലം കഴിഞ്ഞാലും വിളിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ. വളരെ അറിയപ്പെടുന്ന ഒരു മറാത്തി, ഹിന്ദിയിലൊക്കെയുള്ളൊരു ആക്ട്രസ്സാണ്. വെരി ഗുഡ് ഡാൻസേഴ്സ്. വളരെ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ സിനിമയിൽ അത്തരം ഒരു വലിയ ഡാൻസ് ആവശ്യമുള്ള ഒരു ആളെ വേണം എന്നുള്ള രീതിയിലാണ് ആ കുട്ടിയെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനോജ് ഏറ്റവും വലിയൊരു ഡാൻസറാണ്. ഒരുപാട് ഷോകളും നമ്മുടെ ഈ സിനിമയിൽ ഒരുപാട് അക്രോബാറ്റിക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഒക്കെ ചെയ്യേണ്ട ഒരാളായതുകൊണ്ടാണ് മനോജിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഥ ഒരു ബംഗാളി ആണ്. ഒരു ബംഗാളി ഫിലിമുകളിലും അതുപോലെ തന്നെ ഹിന്ദി ഫിലിംസിലൊക്കെ ഉള്ള ഒരാളാണ്. ഏറ്റവും നന്നായിട്ട് ഇവരെല്ലാം പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സിനിമയുടെ പ്രത്യേകത. അദ്ദേഹം ഒരു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലുള്ള ആളാണ്. ഹരി അദ്ദേഹം വലിയ കളരി നടത്തുന്ന ആളാണ്. കളരി പയറ്റുകാരനാണ്. നമ്മുടെ ആക്ഷൻ രംഗങ്ങളിലൊക്കെ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ നല്ലൊരു ഡാൻസേഴ്സാണ്. സെൻറ്റ് തെരേസസിൽ ഡാൻസ് പഠിക്കുന്ന കുട്ടിയാണ്. അത് സുചിത്ര, അവരും നല്ലൊരു ഡാൻസറാണ്. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു മുഖം വേണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ആ സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ. അതിലേക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മണികണ്ഠനെ എല്ലാവർക്കും അറിയാം. വേറെ പരിചയപ്പെടുത്തേണ്ടതല്ല, ഞാനിതൊന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. താങ്ക് യു. ഇന്ത്യ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ കൂടെയാണ്. അപ്പോൾ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഒരു പുതുമ. കാരണം ലാലേട്ടൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്ന് കഴിഞ്ഞ നേരിൻ്റെ പ്രൊമോഷനൊക്കെ വന്നപ്പോൾ പറഞ്ഞാണ്. അപ്പോൾ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തൊരു ഫാക്ടർ എന്താണ്? അതിനേക്കാൾ ഉപരി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തോരാണ്? അല്ല, ഇങ്ങനത്തെ ഒരു ജോണറിലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കാലവും ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. അപ്പം അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായത് വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. അതിൽ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, പ്രതികാരമുണ്ട്, അസൂയയുണ്ട്. അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ്. അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ കാണാത്തൊരു ടെറൈനിൽ. നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്നൊരു കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതെവിടെ നടന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന്, കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാലദേശങ്ങളില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ്. അപ്പോൾ അതിന് വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്നു. കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈസ് സൂപ്പർ, അതിൻ്റെ മ്യൂസിക് ഈസ് സൂപ്പർ. അങ്ങനെയല്ല, ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം, അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം, പാട്ട് നന്നായിരിക്കണം, ലൊക്കേഷൻ നന്നായി, ഒരുപാട് ഫാക്ടറുണ്ട്. അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം. ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്നൊരു സിനിമയാണ്. നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറൻറ്റ്. അപ്പം ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല, ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് പറയുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു എന്താണ് അതിലേക്ക് എടുത്ത് ചാടിയത് അതുകൊണ്ടാണ്. പിന്നെ തീർച്ചയായിട്ടും ലിജോ എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു ആണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ട്. ഒരു വലിയ ക്യാൻവാസിലേക്ക്, നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു. കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സ് ഒക്കെ അങ്ങനെയാണ്. ഇനി 25-ാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത്. അതിൻ്റെ ഭാഗ്യം ഉണ്ടാകട്ടെ. ആ ഭാഗ്യം കൂടെയാണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത്. അങ്ങനെയല്ലല്ലോ, ഒരു പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണല്ലോ. ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ്, അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം. ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇനി മോൻ വരച്ചില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാം.
അങ്ങനെയാണ് എനിക്ക് സിനിമ കണ്ടത്. ഇപ്പം നമുക്കറിയാം നൻപകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത്. ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താൻ നേരത്ത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കുമോ മലൈക്കോട്ടെ വാലിബൻ? ആ ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ആൻസർ. നൻപകൽ നേരത്ത് മയക്കം ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എന്ന നടനെ അധികം ഒന്നും ഡയറക്റ്റ് ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത്, അധികം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മലൈക്കോട്ടെ വാലിബനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് തരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തോടുള്ള അപ്രോച്ച് ഏത് വിധത്തിലായിരുന്നു? അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു ഇതിനകത്ത്. ഇതിലൊട്ടും തന്നെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല. എന്തൊക്കെ സർപ്രൈസുകളാണ് ഇതിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? സർപ്രൈസ് അല്ലേ? അങ്ങനെയല്ല, ഇതൊരു ബാഹുബലി പോലെ ഇത് സെക്കൻഡ് ഹാഫ്, ഇനി വരാൻ പോകുന്നത് ഫസ്റ്റ് ഹാഫ്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അതിൽ എന്തെങ്കിലും സത്യമുണ്ട്? ഇതിന്റെ രണ്ട് ഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ, നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകളുണ്ടോ? നിലവിലില്ല. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും നമുക്ക് പങ്കുവയ്ക്കാവുന്ന സർപ്രൈസസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് സെക്കൻഡ് ഭാഗം വരുന്നുണ്ടോ? ഏതാണ്? ഓൾഡ് സെഞ്ചുറി ആണ് ഫിലിം എന്ന് ഓൾറെഡി പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഡ്രാമാറ്റിക് ആണോ ഹിസ്റ്റോറിക്കൽ ആണോ എന്നുള്ള ജോണർ വിട്ട് പറയുന്നത്? അല്ല, നമ്മള് ഈ ഓൾഡ് സെഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു എന്താണ്, നമ്മളൊരു കഥയാണ് പറയുന്നത്. കഥ എവിടെ വേണമെന്ന് നടക്കാം. ജോണർലെസ് ആണ്. അതുകൊണ്ട് ജോണർ എടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളൊരു ഒരു കെട്ടുകഥ, ഇപ്പോൾ നമ്മളൊരു അമർചിത്ര കഥ വായിക്കുന്നത് പോലെ ഒരു കഥയാണ്. അപ്പോൾ ആ കഥയ്ക്ക് നമ്മൾ അതൊരു ത്രില്ലറാണ്, അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല, ആ കഥ പറയുക എന്നുള്ളതാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതെല്ലാം ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. അതിനൊരു കാലം പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ടൈമും ഒരു നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ്, പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് ഈ കഥ നടക്കുന്നത്. ഒരു കഥയാണ്. അപ്പൊ അത് ഇപ്പൊ പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാസവും ഒക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇദ്ദേഹം കൂടെ ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് തോന്നുന്ന വാക്കുകളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെതായൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതയുണ്ട്. നേരത്തെ ചോദിച്ച പോലെ ഇതിൽ ഒരു എന്താണ് ഒരു സ്ഥലത്ത് നടന്നൊരു കഥ, ഒരു അമർചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ. അപ്പോൾ അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലൊക്കേഷനുകൾ, കോസ്റ്റ്യൂം, കാര്യങ്ങൾ എല്ലാം വരുമ്പോഴാണല്ലോ ഒരു കഥാപാത്രമായി മാറുന്നത്. അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാകാം. അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്ത് തരും. നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പം അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ ഊന്നിയിട്ടുണ്ട്. എല്ലാവരും എടുത്തു പറയുന്ന ഈ സിനിമ കാണാനിരിക്കുന്ന പോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, മോഹൻലാൽ പുതിയ കാല സംവിധായകരോടൊപ്പം പുതിയ പ്രമേയങ്ങളും പുതിയ രീതിയിൽ സിനിമ കാണുന്നവരോടൊപ്പം വരാൻ പോകുന്നതിന്റെ തുടക്കമായിരിക്കാം മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്നുണ്ട്. ആ രീതിയിലേക്ക് പുതിയ കഥയല്ല, പഴയ കഥയാണ്. എന്നാലും പുതിയ രീതിയിൽ സിനിമ സമീപിച്ച ഒരാളാണ് അദ്ദേഹം. അതിലേക്ക് നമ്മളും ബ്ലെൻഡായി എന്നുള്ളതാണ്. അതായത് ഈ കമന്റിന് ഇതൊരു തുടക്കമായി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത സിനിമ ഇത് കഴിഞ്ഞിട്ട് വേറെ സിനിമ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ്, അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും. നമുക്കും കൂടെ താല്പര്യം വരണമല്ലോ. ഇപ്പൊ
നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കൂടെ ഇഷ്ടം, നമുക്ക് തെറ്റുകൾ പറ്റാം, നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായിരുന്നില്ല. പക്ഷേ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കും. അത്തരത്തിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത്. ഈ കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അല്ല, ഞാൻ നാളെ എണീറ്റ് മലൈക്കോട്ടെ വാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ. ഇറ്റ് ഹാസ് ടു കം ടു മീ. അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചോയ്സ് ഒന്നുമില്ല, നമുക്ക് വരുന്നത് ചെയ്യണം. പക്ഷെ അതിൽ നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്നത് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. അപ്പോൾ ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്. ഒരുപാട് ഭ്രമിക്കുന്ന ആൾക്കാരാണ്. അത്തരം കഥകൾ കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ റഫീഖിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റഫീഖിൻ്റെ വൊക്കാബുലറി, റഫീഖ് എഴുതുന്ന വരികൾ. ഇപ്പോൾ ഇതിനകത്ത് 3-4 പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെയാണ്. പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും അറേഞ്ച്മെൻറ്റുമാണ് പ്രശാന്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരാളെ എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള, എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റഫീഖ്. 20 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട്. ആ കാലം മുതൽ തന്നെ ഞങ്ങൾ അങ്ങനെയുള്ള കഥകൾ കേൾക്കാനും, ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ റിയാലിറ്റി. അപ്പോൾ അതിന് ഉള്ള ഒരു എസ്കേപ്പും കൂടിയാണ് അത്തരം കഥകൾ ചിന്തിക്കലും പറയലോ. 2 ബ്രാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രൂ ഔട്ട് ഈ കരിയറിൽ. അത് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ഒരു വലിയ ഹൈപ്പാണ്. സോ പോസ്റ്ററിലും ആ ഹൈപ്പ് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അണിയറ പ്രവർത്തകരും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സിനിമയിൽ അണിയറ പ്രവർത്തകർക്കുള്ളൊരു വലിയ വിശ്വാസമാണ് ഈ ഹൈപ്പ് ഇറ്റ് സെൽഫ് ക്രിയേറ്റ് അവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് പാളിപ്പോയ സിനിമകളിൽ പ്രേക്ഷകർ ഇത്ര ഹൈപ്പ് വിചാരിച്ചതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പുണ്ട്. അപ്പോൾ ഈ ഹൈപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി, അപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ ഒരു പോസ്റ്റർ ഇറക്കുന്നു അല്ലെങ്കിൽ ഒരു ടീസർ ഇറക്കുന്നു, അപ്പോൾ അതിനെ അതിൻ്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന ആ സിനിമയെ സംബന്ധിച്ച ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഹൈപ്പുമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ വിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് നോർമലി ഉണ്ടാവുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ എത്ര തടഞ്ഞു വെച്ചാലും അതിന് ഉണ്ടാവും. അപ്പോൾ അത് ഓക്കെ, ഞങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ്. അത് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അതുപോലൊരു തരത്തിൽ ആളുകൾ അതിലേക്ക് എത്തണം, തിയേറ്ററിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത് തന്നെയാണ് ഹൈപ്പ്. എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് ആ ഉത്തരവ് അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് അതിനെ വീക്ഷിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്തമാണ്. പക്ഷേ അതിൻ്റെ ആ 2 പേരുടെയും സ്ട്രെങ്ത് എന്താണെന്നും എല്ലാം അറിയാം. അതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏത് സിനിമയായാലും സിനിമ പല മീഡിയത്തിൽ ഇപ്പോൾ കാണാം. പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു വാശിയും കൂടെ ഉണ്ട്. കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ 1 വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത്, അല്ലേ? അത് നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ അത്രയും ക്യാമറ വർക്കായാലും അതിൻ്റെ മ്യൂസിക് ആയാലും അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന സാധനമില്ലല്ലോ. അത് നന്നാകാം, മോശമാകാം. പക്ഷെ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറും എന്നുള്ളതല്ല. പക്ഷെ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ ഞങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. കാര്യം ഇതിൻ്റെ പോസിബിലിറ്റി അത്രയാണ്. നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്ത സമയത്ത് അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടായെന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല. നമ്മൾ വർക്ക് ചെയ്ത ഒരു ടെറയിലും കാര്യങ്ങളും അതിൻ്റെ മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈപ്പ്, പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രേക്ഷകൻ്റെ പ്രതീക്ഷ എന്താണെന്ന് അതൊരു അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്.
ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെ ആയാൽ പോലും സഹിക്കും. അതിൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവർ സഹിക്കില്ല. പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഈ സിനിമ നല്ല സിനിമയായിരിക്കും. തോൽവിയും പരാജയവും സിനിമ പോലെ തന്നെയാണ്. രാഷ്ട്രീയവും തോൽവിയും പരാജയമൊക്കെ ഒരുപോലെയാണ്. പക്ഷെ ലിജോ ചേട്ടൻ്റെ അടുത്തോ ലാലേട്ടനോടോ ചോദിച്ചാൽ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാത്ത 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒന്നാമത് ലിജോ ചേട്ടൻ എല്ലാം ഒളിച്ചു വെച്ചാണ്, ഒരു സസ്പെൻസും പുറത്തു വിടില്ല. അത് എന്ത് കുത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ളത് 100% ഉറപ്പുള്ളതാണ്. നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. രഹസ്യ പരസ്യമായിട്ടാണ് ചോദിക്കുന്നത്. എത്ര നാളുകൂടി ഇങ്ങനെ ഒന്ന് ഇരിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. കള്ളം പറയല്ലെന്നേ ഉള്ളൂ, എല്ലാ സത്യവും വിളിച്ചു പറയണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. അതൊക്കെ അല്ലേ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. അതിപ്പോ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ പിന്നെ സർപ്രൈസ് ഉണ്ടോ? ഇപ്പോ ശിവചായന്റെ അടുത്ത് ചോദിച്ചറിയാം, ഇത് ഇങ്ങനൊരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലും അല്ല. അത് ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് വന്ന് ഭവിക്കാന്ന് പറയില്ലേ, അതുപോലെ സംഭവിച്ചൊരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല. മോഹൻലാൽ എന്ന നടനൊരു ചെറിയ നടനാണെന്നും കൂടെയുള്ള ആളാണ് വലിയ നടനെന്നും പറഞ്ഞൊരു ബോധ്യം ഉണ്ടാക്കുകയും അതുവഴി ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുകയും സീനിനെ നന്നാക്കുകയും ചെയ്യുന്ന ആളാണ് മോഹൻലാൽ എന്നാണ്. ഇപ്പോൾ മലൈക്കോട്ടെ വാലിബനിൽ കുറേ കാലം ട്രാവൽ ചെയ്യാൻ സാധിച്ചല്ലോ മറ്റ് സിനിമകളെ അപേക്ഷിച്ച്. ആക്ടിങ് ജീവിതത്തിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങൾ മലൈക്കോട്ടെ വാലിബനിൽ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ കൂടെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 5-6 സിനിമകളായിട്ടുള്ളതാണ്. എല്ലാ ഭാഗങ്ങളിലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാട് ധാരാളമുള്ള നമ്മൾ വളരെ ചെറുപ്പം മുതലേ കാണുന്ന ഒരു പാഠപുസ്തകം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ സമീപിക്കാറ്. അപ്പോൾ അതിൽ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഘടകം വിഷ്ണു ചോദിച്ചുകൊണ്ട് പറയുകയാണ്, പഠിക്കുക, മറക്കുക, ചെയ്യുക എന്നൊരു രീതിയാണ് ലാലേട്ടൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അധികം ആളുകളും ആക്ടേഴ്സ് പൊതുവെ പഠിക്കുക, ഓർമ്മിക്കുക അങ്ങനെയാണ് പോവാറുള്ളത്. അപ്പോൾ അവർ അവിടെ അതിൽ തന്നെ നിൽക്കുക, സ്ക്രിപ്റ്റിനുള്ളിൽ നിൽക്കുന്നത് പോലെ. മറിച്ച് പഠിക്കുക, മറക്കുക, ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ലാലേട്ടൻ ചെയ്തതുകൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരത വല്ലാതെ അദ്ദേഹം ചെയ്യുമ്പം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു. അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു ശ്രമം. ഇപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞു ഇന്ത്യൻ സിനിമയെ കണ്ടിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കുന്നത്. മലൈക്കോട്ടെ വാലിബൻ ഇന്ത്യൻ സിനിമ മേക്കിങ്ങിൽ ഒരു മാർക്കാവുന്നു. അല്ല, അത് ഒരിക്കലും ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കില്ല. അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നാച്ചുറലി സംഭവിക്കട്ടെ. അത് ആളുകൾ കണ്ട് അവർ വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ. ഞാനൊരിക്കലും എൻ്റെ വർക്ക് കഴിയുമ്പോൾ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കഥ ലോകത്തെ എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെല്ലാം ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ് അല്ലെ. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ്, ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. എല്ലാവിധ ഇമോഷൻസ് ഉള്ളൊരു സിനിമയാണ്. അതിലെങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ്. പിന്നെ തീർച്ചയായിട്ടും അതിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിനൊരു ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം, ഇല്ലാതാകാം. അതാണ്. അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് അയ്യോ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ. നിങ്ങളും പിന്നെ ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ്. ഞാൻ കാണുന്ന പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത്. അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത്. ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ്. അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശമെന്ന് പറയും. പക്ഷേ 1000 പേരിൽ 800 പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ്. ഇങ്ങനെ 800 പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ നിങ്ങൾക്ക് തരുന്നത്. ഇനി കാണപ്പോകുന്നത് നിജം. Thank you very much.